ദേഷ്യം എന്താ എവിടെയാ തുറന്നോട്ടാ തുറന്നോട്ടെ ഓടിപ്പോകില്ലല്ലോ. കടി എന്റെ കുഴപ്പമില്ല, നിങ്ങളാരും കടിക്കില്ലല്ലോ. ഞങ്ങളെ കടിക്കത്തില്ല, പക്ഷെങ്കിൽ നിങ്ങളോട് അടുത്ത് എങ്ങനെ ഇടപെടുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് കുഴപ്പമില്ല, ചിലപ്പം കടി വാങ്ങിച്ചെന്നിരിക്കും. സാരില്ല. അല്ലേ തുറന്നോണ്ടാ അല്ലേ? 99.9% കടിക്കും. പിന്നെ ഒന്ന് കടിച്ചിട്ട് ഈ ഏബലിന്റെ ചലഞ്ചും പരമ്പര അവസാനിപ്പിക്കുന്നതാണ് ഏബലിന്റെ വാശി. കാര്യം പറഞ്ഞാ നമ്മുടെ ഡോഗ് ശരിക്കും എന്താ അവന്റെ ക്യാരക്ടർ എങ്ങനെയാ? അവന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇത് കൂടുതലും മക്കളുടെ അടുത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഏബല് രണ്ടുപേരും ഏബലോ? ശരി. അന്നേരം അവരുടെ അടുത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനോ അല്ല വൈഫോ വന്നാൽ പോലും അവന് ചില കമാൻഡ് അവൻ അംഗീകരിക്കത്തില്ല. നേരെ എതിർത്ത് നിൽക്കും. അപ്പൊ ആൾക്കാരാണേലും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പുതിയൊരു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം അവരുടെ അടുത്ത് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു രീതിയാണ് സാറിന് കാണിക്കാറുള്ളത്. നമ്മുടെ ഈ നിലവിൽ ഡോഗ് പുറത്തുനിന്ന് ഒരാളോട് ഇന്നേ വരെ ഒരു അറ്റാച്ച്മെന്റ് കാണിച്ചിട്ടില്ല. ഇവരിപ്പോ എത്ര വയസ്സുണ്ട്? ഇപ്പം 5 വയസ്സ് കഴിഞ്ഞു. ഈ 5 വയസ്സിനിടയ്ക്ക് പുറത്തുനിന്ന് ഒരാളോടും നല്ല കാര്യമല്ലേ? പിള്ളേരോടും പിന്നെ ഇളയ മോനുണ്ട്, അവന്റെ അടുത്തും വലിയ കുഴപ്പമില്ല. എന്നോടും ഞാൻ പറയുന്നത് കേൾക്കും, പക്ഷേ അവനോട് കൂട്ടിക്കയറാനും എല്ലാം പറയുമ്പോഴേ നേരെ ഇങ്ങനൊരു കണ്ണ് വെച്ചൊരു വല്ലാത്തൊരു നോട്ടവും വാ തുറന്ന പല്ല് വെച്ച് നോട്ടം, അപ്പോഴേ നമ്മുടെ നല്ല ജീവൻ പോവും. അവന്റെ നോട്ടം കാണുമ്പോഴേ നമ്മുടെ അത് അപ്പോഴേ പിന്നെ നമ്മൾ മാറി. എന്റെ പേര് ഡെനീഷ് ബിജോൺ, ഞാൻ കോട്ടയം MD സ്കൂളിന്റെ HM-ആണ്. ശരി. അപ്പൊ എന്തായാലും സാറിന്റെ കുട്ടികൾ എന്തായാലും നമ്മള് വീഡിയോ കാണുന്നുണ്ടാവും. എന്തായാലും വീഡിയോ വന്നു കഴിയുമ്പോൾ സാറിനെ എന്തായാലും വിളിക്കും, ഉറപ്പാ. അതുവരെ സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ മാക്സ് കേട്ടോ, മാക്സ് ആണ് നമ്മുടെ ഇന്നത്തെ താരം. ഡോബർമാനാണ്. യൂറോപ്യനാണോ? യൂറോപ്യൻ അല്ലേ? സീനുണ്ടാവും, അതുകൊണ്ട് കാണാൻ ഇച്ചിരി കുറവുണ്ടാവും കേട്ടോ കാഴ്ച അല്ലേ? ഇതാണ് മാക്സ്. ഇതില് നമ്മുടെ ഈ ക്ലിപ്പിനെ കൂടാതെ നമ്മുടെ നോർമൽ കാണുന്ന അത്ര ക്ലിയർ കാണുന്നില്ല. അവന്റെ ഫേസ് സൈഡിൽ നിന്നൊക്കെ കാണാൻ പറ്റും. ഡോബർമാൻ നമ്മളൊരു 3 വീഡിയോ മാക്സിമം 2 വീഡിയോ കേട്ടോ. പിന്നെ ഒരു ഡോബർമാൻ ഒരു വീഡിയോ 2 വീഡിയോ ഡോബർമാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് എന്താണ് എന്താണോ നീ? ടെററാണോ നീ? എന്താണ് എന്താ എന്താണ് എന്താ എന്താ നോക്കണ്ട. എന്നെ അടുത്തേക്ക് വന്ന് വെച്ച് ഞാൻ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ചോദിക്കട്ടെ ഒരു കാര്യം, ഒരു ഉമ്മ ഇട്ടെ ദേഷ്യം എന്താ? ഇത്ര ദേഷ്യം ഇത്ര ദേഷ്യം കൊച്ചിങ് വന്നു ഇവിടെ വാ വന്നു മാക്സിമം വന്നു ഇന്ന് വന്നേ ശുഞ്ഞാവി വന്നു. ഷെയ്ക്കാൻ 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 ഇങ്ങോട്ടോ, അടുത്ത് ഇങ്ങോട്ട് തിരിച്ച് നിൽക്കും. ഷെയ്ക്കാനെല്ലാം വേണ്ടി തിരിച്ചു പോകണം. തുപ്പം തണുപ്പിക്കണം, ഞാൻ തുപ്പം തണുപ്പിക്കുന്നത്, തുപ്പം തണുപ്പിക്കണം. തുറന്നു വിട്ടേ തുറന്നു വിട്ടേ തുറന്നു വിട്ടേ. വാ വാ ഇവിടെ വാ, കൊച്ചിങ് വന്നു ചോദിക്കട്ടെ. ചേട്ടായി വന്നു കൊച്ചിനോട് കാര്യം ചോദിക്കട്ടെ. വന്നു ഇവിടെ വന്നേ എൻ്റെ കൊച്ച്, എൻ്റെ കൊച്ചിങ് വന്നേ. നമുക്ക് അവരൊക്കെ പിടിക്കാം. നമുക്ക് അഴിച്ചുവിട്ട് ഏവെല്ലാം പിടിച്ചാലോ? നമുക്ക് ഇറങ്ങി. എന്താണ് ഷെയ്ക്കാനെന്ന് ഷെയ്ക്കാനും കൂടെ അത് തിരിഞ്ഞേക്ക്. ഇങ്ങോട്ടോ മാക്സേ ഡാ തിരിഞ്ഞേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞേക്കാണ് തിരിഞ്ഞിക്കണം. കളിക്കരുത്. ശരിയാക്കട്ടെ തന്നെ ശരിയാക്കട്ടെ തന്നെ ശരിയാക്കട്ടെ അവനെ ഏവലിനെ ഫുള്ള് നോട്ട കേട്ടോ. ഏവലങ്ങ് തീരെ പിടിച്ചിട്ടില്ല അവനെ തന്നെ കേട്ടോ. ശരിയാക്കട്ടെ കേക്കട്ടെ നമുക്ക് പിടിച്ചിട്ട് തിരിഞ്ഞു ഷെയ്ക്കാൻ. നീ എന്താ അന്യനാണോ? ഷെയ്ക്കാൻ്റെ വരാ പോയി കുറയ്ക്കുക. പോയി കുറയ്ക്കുക. പോട്ടെ ടാറ്റ പോട്ടെ
എന്നാ പോട്ടെ അയച്ചു വിട്ടാലോ ചേട്ടാ അയച്ചു വിട്ടേ അയച്ചു വിട്ടേ തന്നെ അയച്ചു വിട്ടേ തന്നെ പോവാ നമുക്ക് പോയാലോ നമുക്ക് ബാ പോയാലോ കൊച്ചിനെ കൊണ്ടോട്ടെ നമുക്ക് നടക്കാൻ പോയാലോ നടക്കാൻ പോയാലോ നമുക്ക് പല്ലൊക്കെ ഉണ്ടോ അവൻ്റെ പല്ലൊക്കെ ഉണ്ടോ ചീരി നമുക്ക് ശരിയാക്കട്ടെ തന്നെ ശരിയാക്കട്ടെ തന്നെ നമുക്ക് ഏവെല്ലാം കടിക്കാം കേട്ടാ ഏവെല്ലാം നമുക്ക് അടിക്കാം നീ ഇപ്പോൾ ഇറങ്ങി വേണേ നീ ഇറങ്ങി വാങ്ങോട്ട് തോന്നോട്ടെ ഇവരെ ലീഷിലൊക്കെ നടത്തണുണ്ടോ അതോ അഴിച്ചുവിടാണോ ചെയ്യുക സാധാരണ ആ ലീഷുണ്ടോ ലീഷ് കൊണ്ട് തരുമോ എന്നിട്ട് നമുക്ക് തുറന്നും വിടാം എനിക്ക് ലീഷും തരാമോ അതായത് ലീഷിൽ ഞാൻ ഇറക്കും അത് ഞാൻ തുറന്നു വിടും ഞാൻ അപ്പൊ നീ ഇവിടെ ഉണ്ടാവണം ഗ്രൗണ്ടിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ ഗ്രൗണ്ടിൽ സിറ്റ് ഔട്ട് ഇവിടെ ഒന്നും ഇല്ല നിന്നെ ഇന്ന് ഞങ്ങൾ തീരുമാനമാക്കിയിട്ടേ വിടുള്ളൂ അല്ല ആ അല്ല എന്നാ എടാ എത്ര ഇവനിപ്പോൾ എത്ര തല നമുക്ക് വരുന്നത് 8ാമത്തെ ചലഞ്ച് അങ്ങോട്ടാ നീ തരുന്നത് എനിക്ക് അറിയോ ഇവനെനിക്കിപ്പോൾ എത്ര ചലഞ്ച് ആയിരുന്നു അറിയോ ഇപ്പം എനിക്ക് വന്നൊരു എത്ര ചലഞ്ച് ആയപോലെ ഒരു 5 or 6 മേലെ ചലഞ്ച് തന്നിട്ടുണ്ട് ഏബല് ഇതുപോലെ തന്നെ ഏബല് ലക്ഷ്യം എന്താ അറിയോ ഇപ്പം നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടെങ്കിലും ഇവൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഏബിൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏബിൾ തരുന്നൊരു പട്ടി എന്നെ കടിച്ചിട്ട് ഏബിൾ ചലഞ്ച് നിർത്തുള്ളൂ എന്നാണ് സീരിയസ് പറഞ്ഞത് തമാശ പറഞ്ഞല്ല നമ്മുടെ മുമ്പത്തെ ഇല്ല നിലവിലിപ്പോൾ ഏബിൾ എന്നിട്ട് 6 ഡോഗിനും കടിച്ചിട്ടില്ല അപ്പോൾ ഇതും കൊണ്ട് കടിക്കുമെങ്കിലാണ് ഏബിൾ പറഞ്ഞേക്കുന്നത് ഇത് ഞങ്ങൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കണ്ടന്റ് പറഞ്ഞല്ല സത്യമായ സ്വന്തമായ കാര്യമാണ് ഏബിൾ ഫസ്റ്റ് ഏബിളുമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് ഒരൊറ്റ വേടാണ് അവനെയും കൂടെ അവൻ്റെ ചോര ഞാൻ ചീറ്റിച്ച് കാണിച്ചുതരാമെന്ന് പത്തനംതിട്ട ഞാൻ ഫസ്റ്റ് വീഡിയോയ്ക്ക് വരുന്നുണ്ട് ഒരു അജിത്തിൻ്റെ വീഡിയോ അല്ലേ ഒരു അജിത്ത് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഒരു ചങ്ങായുടെ വീഡിയോ അതിൽ ഏബിൾ അജിത്തിനെ വിളിച്ച് ഫസ്റ്റ് ഞാൻ കേൾക്കുന്ന വോയിസ് ഏബിളിൻ്റെ വോയിസ് കേൾക്കുന്നത് അതാണ് ഞങ്ങളവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജിത്ത് പറഞ്ഞൊരു വോയിസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊന്ന് കേൾപ്പിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എന്നാ ഞാനും ടിജോയും ഉണ്ട് ഇങ്ങനെ ഇവൻ്റെ വോയിസ് കേൾക്കുന്നത് ആ ചെങ്ങാനെയും കൂടെ അവൻ്റെ എന്നാ നമ്മൾ ബ്ലഡ് അവൻ്റെ ചോര ഞങ്ങൾ വേണമെങ്കിൽ ചീറ്റിക്കാന്ന് പറഞ്ഞാണ് ഏബിളുമായിട്ട് ഫസ്റ്റ് കണക്റ്റ് ആകുന്നത് അല്ലേ ഏബിളെ ആ ഈ 10 മാറുന്നാണ് പറഞ്ഞത് അല്ലേ നമുക്ക് ഇവനെ പിടിക്കണം കേട്ടോ നമുക്കേ അവനങ്ങ് പിടിക്കണം കേട്ടോ കൊച്ചിറങ്ങി വരുന്നോ ഇറങ്ങി വരുന്നോ ഇങ്ങ് വന്നേ ബാ ഇങ്ങ് വന്നേ ബാ ബാ ഇങ്ങ് വന്നേ ബാ ഓടിയാ ഇതിട്ടിട്ട് ചെയിനിട്ടിട്ട് ബാ ഇതിട്ടെ ഇങ്ങ് വന്നേ ഓടിയാ വാടാ ചെയിനിങ്ങോ ഇടയ്ക്ക് വാടാ വാ ഇങ്ങോട്ട് കൊച്ചിങ് വാ ഞാൻ ഇങ്ങ് വന്നേ ഓടി വന്നേ വാ പോവല്ലേ വാ ഇങ്ങോട്ട് ഇങ്ങ് വന്നേ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെ കേജ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയ കൂടല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വലിയ അത്യാവശ്യം ഒരു 100 സ്ക്വയർ 100-150 സ്ക്വയർ ഫീറ്റ് 100 സ്ക്വയർ ഫീറ്റ് മേലെ ഏരിയ ഉണ്ട് കേട്ടോ അങ്ങനെ കാണുമ്പോൾ അല്ലേ ഏട്ടാ തുറന്നു വിടുമ്പോ തുറന്നു വിടട്ടെ തുറന്നു വിടട്ടെ എവിടെയാ തുറന്നു വിട്ടറാ തുറന്നു വിട്ടേ ഓടിപ്പോവില്ലല്ലോ കടി എൻ്റെ കുഴപ്പമില്ല നിങ്ങളാരും കടിക്കില്ലല്ലോ ഞങ്ങളെ കടിക്കത്തില്ല പക്ഷെങ്കിൽ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഇടപെടുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് കുഴപ്പമില്ല ചിലപ്പം കടി വാങ്ങിച്ചെന്നിരിക്കും സാരില്ല അല്ല രജോ തുറന്നുണ്ടോ അല്ലേ 99.9% കടിക്കും കുഴപ്പമില്ല അറ്റാക്ക് ഏപ്പല്ലേ നീ അവിടെ ഇവിടെ എടുക്കും ഞാൻ തുറന്നോളാം അവനെ രണ്ടും കൽപ്പിച്ച് ഡോർ ഡൈയിൽ അയച്ചു വിടാം അപ്പോൾ ടിജോ ഇവിടെ നിന്ന് മാറിക്കേണ്ടി വരും അല്ല നീ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ കയറുന്നാലും മതിടാ ആ കാറിൽ നിങ്ങൾക്ക് കിട്ടുമോ എന്നാൽ ആ കാർ ഇച്ചിരി അനക്കിയിട്ട് ഫ്രണ്ടിലേക്ക് നന്നായി ഇല്ല പോകുന്നില്ല കേട്ടാ പോകുന്നില്ല കൊച്ചിനെ നമ്മൾ തുറന്നു വിട്ടിട്ട് നമ്മളിവിടെ നിൽക്കാൻ പോവാ കേട്ടോ നിലവിൽ ഇവിടെ നിന്ന് ഒരു പുറത്തൊരാൾ വന്നിട്ട് ഇങ്ങനെ ഈ വീട്ടിൽ ഗസ്റ്റൊക്കെ വരാറുണ്ടോ അപ്പോൾ ഇവനെ വീട്ടിൽ തന്നെ ഇട്ടേക്കുക ഇന്നവരെ ട്രൈ നോക്കിയിട്ടില്ല അപ്പൊ ഇന്ന് സാറ് ഒരു പ്രാവശ്യം ജ്യേഷ്ഠത്തെയും ഹസ്ബൻഡും മക്കളും കൂടെ വന്നപ്പോ ഇതുപോലെ ഇറക്കി വിട്ടു ഇറക്കിയിട്ട് ഇവര് പിള്ളേരെല്ലാം കൂടെ ഇങ്ങനെ അവന്റെ അടുത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നു കേറി പിടിച്ചു നല്ല മുറിവായിരുന്നു ബ്ലഡ് ഒഴുകുമായിരുന്നു ആരെ പിടിച്ചത് അതെ ജ്യേഷ്ഠത്തിന്റെ മോനെ പിടിച്ചു അവന് ഇതിനൊപ്പം കളിക്കുമായിരുന്നു അതായത് നിങ്ങളൊപ്പം നിൽക്കുമായിരുന്നു അപ്പൊ കേറി പിടിച്ചു കുഞ്ഞായിരുന്നോ 1.5 വയസ്സോ ഓ അത്ര ചെറുതായിരുന്നു
അത് ശരി വാ ഇങ്ങ് പോവാ എന്നാ വാ വാ ഇങ്ങോട്ട് വാ നമുക്ക് എന്താണ് 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 മാക്സേ എന്താണ് ഇപ്പൊ എന്താ കുഴപ്പം 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 എന്താ മാക്സേ ഞാൻ ഇല്ലാലോ വാ വാ അതെ പടങ്ങി വാ കൊച്ചിങ് വന്നേ അതെ പടങ്ങിയേ ലീഷ കണ്ടാൽ ഞങ്ങൾക്ക് പടക്കാണ് വാ പോവാ നമുക്ക് പുറത്തേക്ക് പോവാ വാടാ വാ പോവാ വാ 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 ഇങ്ങോട്ട് വന്നേ കൊച്ചിങ് വന്നേ വാ നൈസിങ് വാ ഇവിടെ വാടാ ഇവിടെ വാടാ നൈസേ ഇവിടെ വാ നൈസേ ഞാൻ ഇന്ന് മാറ്റി വെക്കാം കേട്ടോ ഫോണൊക്കെ നീ അല്ല കടിച്ചു പൊട്ടിച്ചാലോ ഫോണൊക്കെ ഫോണൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നെ കൊണ്ടോട്ടെ വാ വാ അപ്പോൾ നമുക്ക് ഒരു ഡു ഓർ ഡൈ ചെയ്യാം ഇവരെ ഓണർമാരായ 4 പേരുണ്ട് ഇവിടെ അല്ലാതെ ഒരു സ്ട്രേഞ്ചറായിട്ട് ഞാനുള്ളത് ഇപ്പോൾ ടിജോയും ഏബലൊക്കെ കാറിലാണ് ഇരിക്കുന്നത് കേട്ടോ കാറിൽ ഇതാണ് അവർ വീഡിയോ എടുക്കുന്നത് എങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുള്ള ഞാൻ വേണമെങ്കിൽ ഒരു സീൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഈ ക്യാമറമാനൊക്കെ എവിടെ നിന്നിട്ടാണ് നിങ്ങളുടെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ സ്ട്രേഞ്ചറായ ഡോഗിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് അപ്പോൾ ക്യാമറമാനൊക്കെ എങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഇതുപോലെ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ റീസെൻ്റ് ഇത് റോഡ് വീലർ നമ്മൾ അഴിച്ചു വിട്ടായിരുന്നു നമ്മുടെ ഇവിടെ എവിടെ പോയിട്ടാണ് നമ്മുടെ കാസർഗോഡ് പോയിട്ട് ആ സമയത്ത് ഇതുപോലെ സിറ്റ് ഔട്ടിൻ്റെ മേലെ അപ്സ്റ്റെയർ ചെയ്തിട്ടാണ് ടിജോയ്ക്കൊന്ന് വീഡിയോ എടുത്തത് കേട്ടോ ഇപ്പോൾ ടിജോ ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അത് ഞാൻ കാണിച്ചു തന്നുള്ളൂ ഇപ്പോൾ ഇവർ ഇത്രയും പേര് ഇവിടെ ഉണ്ട് ഇവർ ഡോഗിനെ അറിയുന്നതാണ് പിന്നെ അവന് ചില സമയത്തൊക്കെ അവനൊരു കലിപ്പ് വേറൊരു സീനാണെന്ന് പറഞ്ഞത് കേട്ടോ ഓക്കെ വാടാ വാ വാ വന്നേ വാ എന്താണ് ഇത് വേണ്ട നിനക്ക് വാ കൊച്ചിക്ക് വന്നേ നമുക്കിത് ഇതിലിട്ട് ഇറങ്ങാം വാ വാ പോവാ വാ വാടാ എന്താണ് വാ ഇങ്ങ് വന്നേ വാ വരിക വാ എടാ വാ ഇതിൽ ആര് കടിച്ചാൽ ആര് പിടിച്ചാലും നിൽക്കുക ഒരു കടി 2 കടി 3 കടിക്ക് ഞാൻ സഹിച്ചു 4ാമത്തെ കടിയിൽ ആരാ പിടിക്കുക ആ പേരെന്തായിരുന്നു ഏബൽ ആ ഏബലിന് ഇവനുമായിട്ട് നല്ല അത്ര പറ്റാട്ടോ അപ്പോൾ എന്നെ ഒരു 3-4 വട്ടം കടിച്ചു കഴിഞ്ഞാൽ എന്നാ ഏവരൊന്ന് പിടിക്കാനുണ്ട് ഏതായാലും ഇവിടെ നിന്ന് വരുമൊന്നും വേണ്ട അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞത് എനിക്കൊരു ലിമിറ്റിന് മേലേക്ക് പോയി കഴിഞ്ഞാലുള്ള കുഴപ്പമില്ലേ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഡോഗിനെ വിടുകയാണല്ലോ നമ്മൾ സാധാരണ ലീഷിലൊക്കെയാണല്ലോ ഇറക്കുക അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അതുപോലെ കടിക്കുവാണെങ്കിൽ തന്നെ ഏവല വന്ന് പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സീനുണ്ട് വാ മോർണിംഗ് വന്നേ വാ വാടാ വാ 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 ഇങ്ങോട്ട് വാ ഓടിങ് ഇറങ്ങുന്ന വാ കൊച്ചു വന്നേ വാ വാ മാക്സി വാ മാക്സേ വാ വാടാ വാ ഇതിപ്പോൾ അവൻ്റെ ലോകമാണ് അറിയാലോ അവൻ്റെ ലോകത്തിൽ അവൻ കിടന്നിട്ട് എന്താ പറയുക ഇത് അവൻ്റെ ഒരു ഏരിയ ആണ് പിന്നെ എന്താ പറയുക എല്ലാ ഒരു ഇതാണ് കേട്ടോ ഓ നിങ്ങളകത്ത് കയറിക്കാം ഇതിലെന്താ സംഭവം അറിയോ ഇത് ഇവൻ്റെ ഏരിയ ആണ് ഇതിലിപ്പോൾ ലോജിക്ക് ഇപ്പോൾ സാറിന് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവൻ ഈ മിറ്റവും ഇത് ഇവൻ്റെ ഏരിയ ഇവിടെ ഒരു പുതിയൊരാളെന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം തന്നെയാണ് ഇതിപ്പോൾ ആരാണെങ്കിലും ഇതിപ്പോൾ നമ്മളോട് കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവന് കൊടുത്തുകൊണ്ടാണ് ആ ഒരു സാധനം കാണിക്കുന്നത് ഇല്ലാന്ന് ഇപ്പോൾ നിങ്ങൾ ഉള്ളിൽ കയറി ഇരുന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ നിൽക്കുക കൂളായിട്ട് ഇത് ഇവൻ്റെ ഒരു ഏരിയ ആണ് ഈ ഏരിയയിൽ ഇപ്പോൾ എന്നെ അവൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് ഇതിന്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റത്തില്ല അതല്ല ഓൾറെഡി ഈ ഒരു ഏരിയയിൽ എന്നെ അവൻ അക്സെപ്റ്റ് ചെയ്തു ഇല്ലെങ്കിൽ ഒരു ഡോഗ് ആ ഡോർ തുറന്ന് തന്നെ കയറി ചാർജ് ചെയ്യും അതാണ് അതിൻ്റെ മെയിൻ ഏരിയ ആ ഒരു അവിടെ നിന്ന് ഇറങ്ങി വന്നെ ചാർജ് ചെയ്തു ആ 2-3 ഞങ്ങൾ നമ്മൾ 10 മിനിറ്റ് ഇരുന്നില്ലേ ആ 10 മിനിറ്റ് കൊണ്ട് അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്തു ഇപ്പോൾ ഈവൻ ഏബൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചാർജ് ചെയ്യും ഏബലിന് ധൈര്യം ഉണ്ട് ഇപ്പോൾ ഏബൽ പുറത്തിറങ്ങിയാൽ നമുക്ക് ആ സാധനം കാണിച്ചു കൊടുക്കാം ഏബൽ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങാവോ ഏബലേ എടാ പോലെ ഏവലെ കാറിൽ നിന്ന് പുറത്തിറങ്ങടാ എടാ ഇറങ്ങണ എടാ ടിജോ ഏവലെ ഇപ്പം എന്താ പറഞ്ഞേ എൻ്റെ തന്തയ്ക്ക് പറഞ്ഞേ എൻ്റെ തന്തയ്ക്ക് വിളിച്ചില്ല അവൻ എനിക്ക് ആ വിളിക്കുന്ന അറിയാം ആ സാധനം അവിടെ കിട്ടുക ഏവല അവൻ്റെ അടുത്ത് ഞാൻ മൈക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓൺ എയറിൽ വരും റെക്കോർഡിൽ വരും കേട്ടോ ഇവനിപ്പോൾ എത്ര മണിക്ക് സാധാരണ എപ്പോഴാണ് തുറന്നുവിടലൊക്കെ അവനെ അവനെ വൈകിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കറങ്ങാൻ വേണ്ടി വിടും ആ ഇതിന് പുറത്തടയും പോകുന്നില്ല
പോയില്ലെന്നാണ് തുറന്നു കിടന്നാ പോകും. ഇപ്പൊ ആര് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ഇപ്പൊ നമ്മളൊരു ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലാ കേൾക്കുന്നത്? ആണോ? ആ ശരി. ആ പപ്പയോട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിലും പപ്പ പറഞ്ഞാൽ കേൾക്കും. ആ ആ ആ അങ്ങോട്ട് വന്നതാ. അങ്ങോട്ട് വന്നാ ഇപ്പൊ വണ്ടി ഇവ ഡോറും തുറന്നേ, അപ്പൊ നേരെ അങ്ങോട്ടൊന്ന് ചാർജ് ചെയ്ത് കയറി അങ്ങ് വന്നു. അല്ല അതിപ്പോ മൊത്തം നിന്നെ നോക്കട്ടാ. ആ അതിന്റെ ഒരു ധാരണ എന്താന്ന് ഇപ്പം വന്ന് കൊണ്ടുപോകാൻ വന്നാന്നോ ധാരണ. അതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങോട്ട് ചാടി കം. ആ വിളിച്ചപ്പോൾ നോക്ക്. നമുക്ക് പിടിക്കില്ല, നമുക്ക് റിസ്ക് ആയിരിക്കും. ഇങ്ങനത്തെ ഏത് ഡോഗാണെങ്കിലും നമ്മൾ ഇതിപ്പോൾ നമ്മളുമായിട്ട് എന്താ പറയുക, അവർ തന്നേക്കുന്നത് പറഞ്ഞാൽ അവർ 50% നമുക്കൊരു ഇത് തന്നേക്കുന്നത്, ഒരു വിശ്വാസം തന്നേക്കുന്നതാണ്. ആ വിശ്വാസം നമ്മൾ 50%-നുള്ളിൽ പെട്ടെന്ന് നമുക്ക് തിരുത്താം. ഇവരെ ഏത് രീതിയിലാണ് നമ്മൾ ആ ടച്ച് ചെയ്യാൻ പോകുന്നത് ഇവർക്ക് മൈൻഡ് ഇതാക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവമുണ്ട്. ആ വാടാ എവിടെ ഇറങ്ങിയോ. അവിടെ കയറും, എനിക്കകത്ത് കയറും, പണി വരും. കയറി ഇറങ്ങില്ല ഞാൻ അകത്ത് കയറും, കയറി ഇവരുടെ കയറി കിടക്കും. ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ പോയി ഇവരുടെ കയറി കിടക്കും. ഇടയ്ക്ക് രണ്ടുപേരുടെ ഇടയ്ക്ക് പോയി കിടക്കും. വൈകുന്നേരമാണല്ലോ തുറന്നുവിടില്ലല്ലേ. ആ സാറിപ്പോൾ എന്നോടൊരു കാര്യം ചോദിച്ചായിരുന്നു, അവൻ്റെ തലയിലും തൊട്ട് നോക്കാമെന്ന് ചോദിച്ചായിരുന്നു. ഇല്ല, ആ ശ്രമം നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് എന്തായാലും തലയിൽ കയറി ഹെഡ് ചെയ്യാന്നുള്ള സംഭവമാണ്. ഒരു ഡബിൾ മൈൻഡ് ആയിരിക്കും. നമ്മളൊരു ബോണ്ട് വന്ന ഡോഗിൻ്റെ അടുത്തേക്ക് നമ്മൾ കൈ കൊണ്ട് ചെല്ലാന്ന് പറയുമ്പോൾ അവന് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവില്ല. ഓ തീറ്റ കൊടുക്കാൻ കയറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ നീ പറഞ്ഞാൽ കയറില്ല. അപ്പോൾ സാറ് പറയുമ്പോൾ എങ്ങനെ ഒറ്റയടിക്ക് കയറി പോകുന്നത് എങ്ങനെയാ? സ്വഭാവം മാറും. അങ്ങനെ ഉണ്ട്. കാരണം ഞാൻ ചിലപ്പം ഇത് തുറന്നു വിട്ടേക്കുമായിരിക്കും. കാറിൽ ഞാൻ ഇപ്പം സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാ ഇവിടെ കാർ നിർത്തിയിട്ട് കൂട്ടി കയറ്റിയിട്ടല്ലേ എനിക്ക് കാറകത്ത് കയറ്റാൻ പറ്റും. ഞാൻ അങ്ങനെ അത് പറയുമ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് ഉടനെ പോയി കൂട്ടിലൊക്കെ കയറും. പക്ഷേ അതുകൊണ്ട് അടയ്ക്കുമ്പോഴത്തേക്ക് അവന് അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശരി, ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് ഒറ്റയടിക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞല്ലോ ഇവിടെ ഇവന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കൂട്ടി കയറാൻ പറഞ്ഞാലും ശരി, കയറി കഴിഞ്ഞിട്ട് ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ വയലൻ്റ് ആവുമെന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവൻ ഓൾറെഡി നിങ്ങളിൽ മേലെ ഒരു ആധിപത്യം അവനുണ്ട്. കാരണം ആ ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലെയാണ് അവൻ ആ സാഹചര്യത്തിൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും അതിൻ്റെ മേലെ ആകാൻ പറ്റില്ല. അതിൻ്റെ മേലെ ആകാൻ ടൈം എടുക്കും. കുറച്ച് ഒരു ഡേ ഒക്കെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഇന്നേ വരെ ഒരു കുടുംബക്കാരല്ലാതെ ഒരാൾ പുറത്ത് നിന്നിട്ട് ഡോഗിനെ തുറന്നു വിട്ട് നിന്നിട്ടില്ലല്ലോ. അപ്പം നമുക്കിത് നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അവനുമായിട്ട് ഞാൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബോണ്ട് ഞാൻ കളയരുത്. കാരണം അവനിപ്പോൾ ഒരു കാര്യങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അവൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഇവിടുത്തെ ഒരാളാണെന്നുള്ള രീതിയിൽ അവൻ അക്സെപ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി അതിൻ്റെ മേലെ കയറാൻ പോയി കഴിഞ്ഞാൽ അവൻ പറയും വിട്ടോളാൻ പറയും. അതാണ് ഡോഗിൻ്റെ രീതി. അപ്പം അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കടി വാങ്ങിയിട്ട് അതിൽ വലിയൊരു അർത്ഥമില്ല. അതെ തന്നെ. ഇപ്പോൾ ഏബിലെടുത്തേക്ക് കേട്ടോ വണ്ടി പോയത്. ഇപ്പോൾ ഏബിൽ നമുക്കൊരു ചലഞ്ച് തന്നു, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഏബിൽ എന്നോട് വണ്ടി ഇരുന്ന് പറഞ്ഞായിരുന്നു തുറന്നു വിടണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതിലുപരി ഏബിൽ തുറന്നു വിടണമെന്ന് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് പറയാം. അല്ലേ ടീച്ചോ? അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. എന്നാ മോനെ ഒന്ന് കൂട്ടിക്കറ്റാവോടാ, അവനെ എങ്ങനെയൊക്കെ വരുന്നതെന്ന് അറിയാൻ വേണ്ടി. ആണോ? അങ്ങനെ പറഞ്ഞാൽ കയറില്ല. എന്നാ സാറൊന്ന് പറഞ്ഞു നോക്കി കയറുന്നത്. സാറ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇതാണ് സാധനം പറഞ്ഞേ. കയറിയിട്ട് ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫയർ ചെയ്യുന്നു പറഞ്ഞു. മാക്സ് അന്യൻ കേട്ടോ, അന്യൻ. അപ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്ത് പറയാമല്ലോ, നമുക്ക് ആ ഒരു ഫീല് വേറൊരു ഫീലാണ്. ഇവർ ഓണർമാരുണ്ടെന്ന് പറഞ്ഞാലും ശരി, ഒരു ഡോഗിന് ബൈറ്റ് ചെയ്യാൻ അധികം നേരമൊന്നും വേണ്ട. നമുക്ക് ബൈറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ വീഡിയോയിലും കണ്ടറിയാം. ഏകദേശം ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡിനുള്ളിൽ ആ കൊച്ചിനെ കടിച്ചല്ലേ. കടിച്ചേ. അതിലുപരി എന്ന് പറഞ്ഞാൽ ഒരു ഡോഗിന് ബൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. എനിക്ക് കിട്ടിയിട്ടുള്ള ഇപ്പോൾ 44 മുറിവ് കിട്ടിയായിരുന്നു എൻ്റെ പുറത്തൊക്കെ. ഇവിടെ തൊട്ട് നോക്കിയ സാറിന് ഒരു മുറിവിൻ്റെ പാടൊക്കെ അറിയാം. ഈ ഇരിക്കുന്ന അങ്ങനത്തെ കുറേ ഉണ്ട് ഇവിടെ. ആ ഡോഗ് ഏകദേശം 4 സെക്കൻഡ് എടുത്തിട്ടില്ല 44 മുറിവിന് വേണ്ടി.
4 സെക്കൻഡ് എടുത്തിട്ടില്ല, അതിന് മുമ്പ് ബൈറ്റ് ചെയ്തു. പെട്ടെന്ന് ബൈറ്റ് ചെയ്തു. അപ്പോൾ ഇവനെ നമ്മൾ ഫ്രീ ആയിട്ട് തുറന്നു വിട്ടേക്കാണല്ലോ. ഇപ്പം നിങ്ങളവിടെ നിൽക്കുവാണ്, ഒരു മനുഷ്യന് റിയാക്ഷൻ വന്ന് ഇപ്പോൾ അവൻ ഓടി വന്ന് പിടിക്കണമെങ്കിൽ ലേബൽ ഓടി വന്ന് പിടിക്കണ തന്നെ ഒരു 3-4 സെക്കൻഡ് പിടിക്കും. കാരണം നമുക്ക് പട്ടി കടിക്കുമ്പോൾ നമ്മളെല്ലാം പാനിക്കാവും അല്ലേ, നമ്മളെല്ലാവരും പാനിക്കായിട്ട് നിൽക്കും. ആ സമയം കൊണ്ട് വന്ന് ഇപ്പോൾ അവന് മാക്സിമം എന്നെ കടിക്കണമെങ്കിൽ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് എൻ്റെ എവിടെ വേണം കടിക്കാം. കാരണം ഓഫ് ലീഷാണ്, ഫ്രീ ആണ് ഡോഗ്, എത്ര വേണം കടിക്കാം, നമ്മളെക്കാളും ഹൈറ്റ് ചാടാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനം, ആ ഒരു ഫീലിലാണ് നമ്മളിത് ആ രീതി കണ്ടാൽ മതി അല്ലേ. ഏബൽ എത്ര പറഞ്ഞാൽ ഏബലിനോട് പറഞ്ഞത് ശരിക്കും ഏബലിൻ്റെ തന്ത്രം ഉണ്ടായിരുന്നു. ഇവനെ അഴിച്ചു വിട്ടാൽ ഇവൻ കടിക്കുന്നു, ഏബൽ 100% ഉറപ്പുണ്ടായിരുന്നു. സീരിയസ് ആയി പറഞ്ഞാൽ അല്ല, അടിച്ചു വിട്ടാലെന്ന് മാത്രമല്ല, സംഭവങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാവല്ലേ. കാരണം ഇവിടെ ഇപ്പം സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതല്ല ഞാൻ പറഞ്ഞു, വീട്ടിലുള്ളവർക്കും ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഏബലിന് ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ലേ. അല്ല, ആ ഒരു മൈൻഡ് ഓക്കെ അല്ലേ. നമ്മളിപ്പോ ചലഞ്ചത് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ടീച്ചോ ഏബൽ വിഷയം വരുന്നുണ്ടോ? ഏബല് നല്ല, ഇപ്പൊ നമ്മളെ കാര്യം ചോദിച്ചപ്പോഴേ ഏബല് കഥ വരുന്നുണ്ടോ? ഏബല് ശരിക്കും എന്താ അറിയോ, എന്നെ ഒന്ന് കടിച്ചിട്ട് ഈ ഏബലിന്റെ ചലഞ്ചും പരമ്പര അവസാനിപ്പിക്കുന്നതാണ് ഏബലിന്റെ വാശി. കാര്യം പറഞ്ഞാ അത് സത്യം പറഞ്ഞേ. അല്ല, റീച്ച് കിട്ടെ, അത് ആ സത്യം പറ. ഒരു കടി, നിന്റെ ഒരു ചലഞ്ചിന് കടി കിട്ടുന്ന ആഗ്രഹമില്ലേ? ഇത് കഴിഞ്ഞ കുത്തനോട്ടോ പിടിച്ചിട്ട് മിണ്ടേട്ടാ. അതല്ല, നിങ്ങളുടെ നമ്മള് 2-3 എടുത്ത് 3 ഇത് ഞാൻ പറയുമ്പോഴേ അത് തള്ളായി പോകും. ടീച്ചോ എന്താ ഇത് കടിക്കും, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് ഏബൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞേ, സാധാരണ നമ്മൾ ലീഷിൽ എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഏബലിൻ്റെ ഒരു മറ്റേ ചാണക്യാന്തരം അവിടെ ഏബൽ പറഞ്ഞു, ലീഷ് വേണ്ട, അഴിച്ചു വിട്ടാൽ മതി. ഡയറക്റ്റ് ഏബലേ പോട്ടെ. അപ്പോൾ കുടിക്കാം. മോൻ്റെ പേര് വിട്ടുപോയി. ഇതിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു അറിയത്തില്ല, കാണിച്ചായിരുന്നോ? ഇല്ലല്ലോ. നോയൽ റൂമിലായിരുന്നു, ഞങ്ങൾ പുറത്തുനിന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് പോകുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ സാറിന് ഇതിൻ്റെ ഒരു ഐഡിയ ഏബലിവിടെ വന്നതിന് ശേഷം കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനും വന്നതിന് ശേഷം. അപ്പോൾ എന്താ സംഭവം നടത്തില്ല, സാധാരണ നമുക്കൊരു ഓണറാണ് ചലഞ്ച് തരുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ വീഡിയോ കണ്ടൊരു ധാരണയുണ്ട് എങ്ങനെയാണ് എന്താണെന്നുള്ള സംഭവം. ഇത് ആ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒരു അന്താളിപ്പായപ്പോൾ എനിക്കടക്കം. ഓക്കെ, അപ്പം ബൈ.